മൂന്നാമത്തെ ഒരു നിയമം. ഇനി മൂന്നാമത്തെ നിയമം ഇത് ആം ബി ഉന്ന. ഇത് ആംബി ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കുന്നതോടൊപ്പം അവ്യക്തമാക്കണം. എന്തിനാണ് അവ്യക്തമാക്കേണ്ടത്? നൂനിനെയും തൻവീനെയും. ഇതിൻ്റെ മുന്നിലും വരുന്നത് നൂനും സാക്കിനായ നൂനും തൻവീനും തന്നെ. എല്ലാ 5 നിയമങ്ങൾക്കും അങ്ങനെ തന്നെ വരാറ് കേട്ടോ. സാക്കിനായ നൂനും തൻവീനും ഇങ്ങനെ വരും. അതിനിപ്പോൾ നമ്മൾ എത്ര അക്ഷരം എടുത്ത്? ആദ്യം നമ്മൾ ഇദ്ഹാറിന് വേണ്ടി നൂനും തൻവീനെ വെളിവാക്കാൻ 6 അക്ഷരം എടുത്ത്, പിന്നെ നമ്മൾ നൂനും തൻവീനെയും ഇഖ്ഫാവും മണിക്കാൻ വേണ്ടിയിട്ടൊരു 15 അക്ഷരവും എടുത്തു. അപ്പോൾ 15 മാറി 21 അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 7 അക്ഷരങ്ങളേ ഉള്ളൂ, 3 നിയമങ്ങൾ. അതിൽ ഞാൻ ഇനി ഒരു 4 അക്ഷരം കൂടെ എടുക്കാൻ പോവുക. 28 അക്ഷരത്തിൽ നിന്ന് ഒരു 4 അക്ഷരം എടുക്കാൻ പോവുകയാണ്. നൂന്, വാവ്, മീമ്, യാ. ഇതിന് ചേർത്ത് പറയുമ്പോൾ നൗമി എന്ന് പറയും. നൗമി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം വഴിക്ക് ആ 4 അക്ഷരത്തെ പറയാൻ പറ്റും. എന്താ നൂന് വാവ് അടുത്തടുത്ത അക്ഷരങ്ങളാണ്. നൂന് വാവ് മീമ് യാവ്. താഴെ നമുക്ക് ലാസ്റ്റുള്ള അക്ഷരങ്ങളാണ് നൂന് വാവ് മീമ് യാവ്, നൗമി. ഇത് നിയമം ഇതുപോലെ തന്നെ സാക്കിനായ നൂനിനും തൻവീനും ശേഷം മേൽപ്പറഞ്ഞ ഈ 4 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനെയും മണിച്ച് അവ്യക്തമാക്കണം. ഒന്നുകൂടെ ഹെവിയായിട്ട് പറയണം. കാരണം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഹെവിയായിട്ട് പറഞ്ഞ കാരണം ഈ 4 അക്ഷരങ്ങൾക്കും സാക്കിന നൂനും തൻവീനും ശേഷം ഷെദ്ദും കൂടെ വരും. ഷെദ് വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കട്ടിയാക്കണം 2 അക്ഷരമാണെന്ന്. എന്താ സാക്കിനായ നൂന് ശേഷം നൂനിന് ശേഷം നൂന് വന്നു, ഷദ്ദുള്ള നൂന് വന്നു. ഇപ്പോഴെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? മിൻ നഅമത്തിൻ വരണം. കട്ടിക്ക് ഹെവി ആയിട്ട് വരണം. മിൻ നഅമത്തിൻ നൂനിനെ നമ്മൾ ഹെവി ആയിട്ടൊന്ന് മണിക്കണം. മിൻ നഅമത്തിൻ അന്നേരം ആ ഷെദ്ദോടുകൂടി നമുക്ക് ഉച്ചരിക്കാം. അതിൻ്റെ നിയമമാണ് ഈ 28 അക്ഷരത്തിൽ 4 അക്ഷരങ്ങൾക്കുള്ള നിയമം. നൂന് വാവ് മീമ് യാ, മറക്കണ്ട. അത് മുബീൻ, വാക്ക്. ഇതിനൊക്കെ ഇങ്ങനെ ഷെദ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തിരി ഹെവി ആയിട്ട് പറയണം. വാക്ക് ഉണ്ടോ? മയ്യൗമൽ യാന് മയ്യൗമൽ ഷെദ് വന്ന് ഷെദ് വരാതെ ഈ അക്ഷരങ്ങൾ വരും. അന്നേരം നമ്മൾ സാധാരണ പോലെ മണിച്ചാൽ മതി. ഷെദ് വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഷെദ് കാണുന്നെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് മണിക്കണം. മയ്യ വരണം. യാ അല്ല ഇയാന്ന് വരണം. അത്രയും മണിക്കണം നൂന്ന്. ഓക്കെ. ഇനി 2 നിയമം 3 അക്ഷരവും ഇതാ തീരാൻ പോകുന്നു. തജ്വീദ് ഖുർആൻ പാരായണം നന്നാക്കുന്ന ശാസ്ത്രം നമുക്ക് തീരാൻ പോവുകയാണ്. അതിപ്പോൾ കഴിയും. നമ്മൾ എത്രയോ സമയം നമ്മൾ ടി വിയുടെ മുന്നിലും സീരിയൽ കാണുന്നതിനൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു പരിശുദ്ധ ഖുർആന് വേണ്ടി നമ്മൾ അല്പസമയം ചിലവഴിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാമെന്ന് പറഞ്ഞ പദവികളും അനുഗ്രഹങ്ങളും എത്ര വലുതാണ്.
ഇതൊക്കെ ദുനിയാവിൽ മാത്രമേ ആഖിറത്തിലേക്കും കൂടെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് നിസ്സാരമായി കാണരുത്, ശ്രദ്ധിക്കണം. നിയമം അനുസരിച്ച് തന്നെ ഖുർആൻ ഓതി പോകാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. 4-ാമത്തെ നിയമം ഇത് ആം ഇത് ആം ബിലാ ഉന്ന. ഇതാ ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ മറച്ചു വയ്ക്കണം. എന്തിനാണ് മണിക്കാതെ മറച്ചു വയ്ക്കേണ്ടത്? സാക്കിനായ നൂനിനെയും ഇരട്ട ഫത്തഹ്, ഇരട്ട കസർ, ഇരട്ട ലം, ഇതിനാണ് മറച്ചു വയ്ക്കേണ്ടത്. അതിന് 2 അക്ഷരങ്ങളേ ഉള്ളൂ, ലാമ് റാ. 2 അക്ഷരങ്ങൾ, ലാമ് റാ. അതിൻ്റെ നിയമം സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഇദ്ഗാം ബിലാ ഉന്നയുടെ അക്ഷരങ്ങളായ ലാമ് റാ വന്നാൽ മണിക്കാതെ നൂനിനെയും തൻവീനെയും മറച്ച് വയ്ക്കണം. ഉദാഹരണം എങ്ങനെ മറച്ചു വയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക്. യക്കുല്ലഹു, നമ്മൾ സൂറത്ത് ഇഖ്ലാസ് ഓതുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ടല്ലേ യക്കുല്ലഹു. എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? സാക്കിന നൂന് ശേഷം ലാമു ഒന്ന്. ഇപ്പം എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ നൂനെ തൻവീനെയും മണിക്കാൻ പാടില്ല, വെളിവാക്കാനും പാടില്ല. ഇപ്പോഴെങ്ങനെ ഉച്ചരിക്കണം? യക്കുല്ലഹു. ഈ നൂനിനെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം, കളയണം, ഉച്ചരിക്കാനേ പാടില്ല, അതിനെ അവോയ്ഡ് ചെയ്യണം. യക്കുല്ലഹു. അപ്പോഴേ അന്ന് നമ്മളൊന്ന് വെളിവാക്കി നോക്കിയേ, നൂനൊന്ന് വെളിവാക്കി നോക്കിയേ. യക്കുൻ ലഹു. അപ്പോഴെന്താണ് സംഭവിക്കുക? യക്കുൻ ലഹു. അപ്പോൾ ലാമിൻ്റെ ഷെദ് പോയി. ഇനി ഒന്ന് മണിച്ച് നോക്കിയേ. യക്കും ലഹു. അപ്പോഴും ലാമിൻ്റെ ഷെദ് പോയി, അർത്ഥം മാറി. അപ്പോൾ മണിക്കാനും 28 അക്ഷരങ്ങളിൽ 2 അക്ഷരത്തിൻ്റെ നിയമം ഇദ്ഗാം ബിലാ ഉന്ന എന്നാണ്. ഇദ്ഗാം ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും ലാമിനും റാനും മുന്നിൽ വന്നാൽ മണിക്കാനും പാടില്ല, വെളിവാക്കാനും പാടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് യക്കുല്ലഹു അങ്ങനെ പറയണം. റായ്ക്ക് ഉദാഹരണം പറയാം. റാന് മിർ റബ്ബിഹിം. എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം? സാക്കിന നൂന് റോ ഒന്ന്, റോ. അപ്പോൾ എങ്ങനെ ഉച്ചരിക്കണം? മിർ റബ്ബിഹിം. മീമ റോയെ പറയാവൂ, നൂനിനെ അവോയ്ഡ് ചെയ്യണം, കളയണം. മിർ റബ്ബിഹിം എങ്കിലേ റാൻ്റെ ഷെദ്ദോട്. നിങ്ങൾ വെളിവാക്കി പറഞ്ഞാൽ നൂനെന്ന് വെളിവാക്കിയേ മിൻ റബ്ബിഹിം. അപ്പോൾ റാൻ്റെ ഷെദ് പോയി. ഇനി മണിച്ച് മിൻ റബ്ബിഹിം, അപ്പോഴും റാൻ്റെ ഷെദ് പോയി. അപ്പോൾ നൂനിനെ തൻവീനെ അവോയ്ഡ് ചെയ്യേണ്ട 2 അക്ഷരങ്ങൾ ലാമു റാവ്. മിർ റബ്ബിഹിം ഇങ്ങനെ പറയാവൂ. ഇനി തൻവീനിക്കൊന്ന് പറയാം. നൂനനല്ലേ നമ്മൾ പറഞ്ഞോളൂ. തൻവീനിക്ക് ഗഫൂറുൻ റഹീം. ഗഫൂറുൻ റഹീം. എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം? ഗഫൂറുർ റഹീം. റൂന്നേ പറയാവൂ, റുൻ എന്ന് പറയരുത്.
റും മണിക്കാനും പാടില്ല, വെളിവാക്കാനും പാടില്ല. ഓക്കെ. ഗഫൂറുർ റഹീം. റൂ എന്ന് പറഞ്ഞിട്ട് ഗഫൂറുർ റഹീമെങ്കിൽ റായുടെ ഷെദ് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതൊക്കെ എഴുതി എടുക്കണം. ഓക്കെ. ഇനി അടുത്ത നിയമം. ഒരക്ഷരവും ഒരു നിയമവും. ഒരക്ഷരവും ഒരു നിയമവും. 5 തീരാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. 5ാമത്തെ നിയമം എന്ന് പറയുന്നത് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കൽ. എന്തിനാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. അക്ഷരം എല്ലാം കഴിഞ്ഞ് 27 കഴിഞ്ഞ് 28ാമത്തെ അക്ഷരം. ആ ഒരക്ഷരം എന്ന് പറയുന്നത് ബാഗ്. അലിഫ് ബാ. അപ്പോഴേ അതിന് മുന്നിലും സുക്കൂനുള്ള നൂന് വരും, ഇരട്ട ഫത്തഹ്, ഇരട്ട കസറ്, ഇരട്ട ലം, ഇങ്ങനെ വരും. അപ്പോഴിതിനെയാണ് മാറ്റിമറിക്കാൻ, നൂനെ തൻവീനാണ് മാറ്റിമറിക്കേണ്ടത്. സാക്കിനായ നൂനിനും തൻവീനും ശേഷം ഈ ബ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനെയും മീമാക്കി മാറ്റണം. ഉദാഹരണം എഴുതിക്കോ. ഉദാഹരണം മെംബാദ്. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മോൾ മീം ഈ നൂനിൻ്റെ മുകളിൽ കാണാം. കണ്ടിട്ടില്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മളെ നിയമം എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കലാണ്. എന്തിനെ മാറ്റിമറിക്കേണ്ട? ഈ നൂനെ മാറ്റിമറിക്കണം. ഈ മീമിനെ വലിച്ച് താഴോട്ട് ഇറക്കണം. എന്നിട്ട് അതിന് മീമാക്കി മാറ്റണം. ഇത് കണ്ട, മീം വാ പൂട്ടി പറയണം. അല്ലെങ്കിൽ മീമിന് സുക്കൂൻ വന്നാൽ നമ്മൾ വാനെ ക്ലോസ് ചെയ്യണം. അൽഹംദു. മീമിന് സുക്കൂൻ വരുമ്പോഴും നമ്മൾ വാനെ പൂട്ടണം. അതുപോലെ തന്നെ ഇതിന് ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാക്കി മുന്നിൽ സാക്കിന നൂനോ തൻവീനോ വന്നാലും അതിനെ മാറ്റിമറിക്കണം. മീമാക്കി മാറ്റണം. തൻവീനെ മീമാക്കി മാറ്റണം. അലീമും ബിദാത്തിസ് സുദൂർ. അലീമും എന്നുണ്ട്. അതിന് തന്നെ ലം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മീം ഇങ്ങനെ കൊടുത്തിരിക്കുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, മാറ്റിമറിക്കാനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നിയമം 5 കഴിഞ്ഞ്. ഓക്കെ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അടുത്തതെന്ന് ഹുറൂഫുൽ കലകലത്ത്.